ഹലോ ഗൈസ്. സോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഷോർട്സ് മാത്രം ഇടല്ലേ, ലോങ് വീഡിയോസ് വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും കമൻസും ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇത്. ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ December 31 നമ്മൾ ഒരു റീക്യാപ്പ് പോലെ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ്. അതിനുശേഷം ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ സൺഡേ വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വരാൻ പറ്റിയില്ല, ബിസി ആയിപ്പോയി. ഐ ഹാവ് ലൈക്ക് സോ മെനി റീസൺസ് ടു ഗിവ്. പക്ഷെ അതൊന്നും പറഞ്ഞിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോയിന്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തംബ്നെയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 3 അല്ലെങ്കിൽ 4 months ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അത് മാത്രമല്ല, ഇതിപ്പോൾ റീസെൻറ്റ് ഒരു 1 month ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. പ്രഗ്നൻ്റ് ആണ് തോന്നുന്നു, അതും ഒരാൾ പ്രഗ്നൻ്റ് ആണോ, ഫ്ലൈറ്റ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരുപാട് പേര് ആ ഒരു ഡിസ്കഷൻ കോൺവെർസേഷനൊക്കെ ആയിട്ട് പോകുന്നു. എനിക്കത് വായിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് മെസ്സേജസ് എനിക്ക് പറയാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഫുൾ ഇങ്ങനെ പോവുമായിരിക്കും. ഒരുപാട് മെസ്സേജസ് ഉണ്ട് കേട്ടോ. അതായത് ചേച്ചി പ്രഗ്നൻസി ഗ്ലോ ആണോ, അതുപോലെ എന്താ ചേച്ചി തടിച്ചല്ലോ, ചേച്ചി പ്രഗ്നൻ്റ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ പറയുമായിരിക്കും. ലൈക്ക് ലിറ്ററലി യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ മൈ ബേബി ബം. എനിക്കറിയില്ല എന്താണെന്നും എനിക്ക് സീരിയസ്ലി മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ കമൻസ് ഒക്കെ വായിച്ചിരിക്കാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ കമൻസിൽ വരുമ്പോഴായാലും ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ലാസ്റ്റ് 1 month ആയിട്ട് ഞാൻ നിർത്തി കമൻസിന് റിപ്ലൈ കൊടുക്കൽ. ഞാൻ നിർത്തി, അതായത് ഈ പെർട്ടിക്കുലർ കമൻറ്റിന് റിപ്ലൈ കൊടുക്കൽ ഞാൻ നിർത്തി. ബിക്കോസ് എനിക്കിനി വയ്യ. ഞാൻ ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് ക്ലിയർ ഇറ്റ് ഫോർ യു. ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് കൺഫേം ആയതിനു ശേഷം എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഈ പ്രഗ്നൻസി റിവീൽ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവമല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അതായത് ഫുള്ളെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 80-85% ഞാൻ ഫുൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. സോ എൻ്റെ സോഷ്യൽ മീഡിയ ഫാമിലി അറിയാൻ വേണ്ടിയിട്ട് ഫോർ ഷുവർ ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാനതിവിടെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നൗ ഞാൻ പ്രഗ്നൻ്റ് അല്ല ഗൈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് മേ ബി ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാട്ടിലും കൂടുതൽ കുറച്ചൊരു വെയിറ്റ് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു പ്രഗ്നൻസി ലെവലിലുള്ള വെയിറ്റ് ഞാൻ കൂടിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഈ വെയിറ്റ് കൂടിയതിൻ്റെ പേരിലാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് സീരിയസ്ലി മനസ്സിലായി. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എനിക്കറിയില്ല. എൻ്റെ ഒരു ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് വെയിറ്റ് കൂടിയത് കാരണമായിരിക്കാം അങ്ങനെ തോന്നിയത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഭയങ്കര കുറവായിട്ടാണ് ഫ്ലൈറ്റ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ മേ ബി ഫ്ലൈറ്റ് വീഡിയോസ് കാണാത്തത് കൊണ്ടായിരിക്കാം ഫ്ലൈറ്റിൽ പോകണില്ല, കുറച്ച് തടി വെച്ചു, പ്രഗ്നൻ്റ് ആയിരിക്കും, ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ബട്ട് ദെൻ നോ, എനിക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോന് വന്നത്. ചിലപ്പോഴൊക്കെ അല്ലേ ഈ ഇല്ലാത്ത കാര്യം ഇങ്ങനെ പിന്നെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് കമൻസിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്, അല്ല പറഞ്ഞിട്ട്. എന്നിട്ടും വന്ന് ആണോ എന്ന് ചോദിക്കുമ്പോൾ വിഷമം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കത് ഞാൻ തടിച്ചിട്ടാണോ, അയ്യോ ഇത്ര റിലവൻ്റ് ആണോ, ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് തടിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു തോട്ടായിട്ട് വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇപ്പോഴാണ് ഒന്നും ഒരു കോല് വെച്ചത്, ഇനി നീ പിന്നെയും പോയി മലിയണ്ട, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് തടിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് പറയുമ്പോൾ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. ദാറ്റ് അയ്യോ ഇത്ര ഇതാണോ, എൻ്റെ വയറ് ചാടിയിട്ടുണ്ടോ, കവിള് ചാടിയിട്ടുണ്ടോ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. ദാറ്റ് ഇസ് ദ ഓൺലി റീസൺ ഞാനിപ്പോൾ
വീഡിയോ ആയിട്ട് വന്നത് ടു റിവീൽ ദാറ്റ് നോ, ഞാൻ പ്രഗ്നൻ്റ് അല്ല. ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഫോർ ഷുവർ ഞാൻ ഇവിടെ വന്ന് അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഞാനല്ല, അലോങ് വിത്ത് മൈ ഹസ്ബൻഡ്, ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് അതൊക്കെ എന്താ പറയുക, ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കും വേറൊരു ഹാപ്പിനെസ് ആണ്. സോ ഫോർ ഷുവർ ഞാൻ അതുകൊണ്ട് അതായത് നമ്മുടെ ഷിലുഗ്രാം ഫാമിലി, അതിപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ശരി, യൂട്യൂബ് ആയാലും ശരി, ഞാൻ എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലി ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നൗ ഞാൻ പ്രഗ്നൻ്റ് അല്ല. പിന്നെ ഈ കാണുന്ന ഗ്ലോ, അങ്ങനത്തെ കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ട്, പ്രഗ്നൻസി ഗ്ലോ ആണോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കാണുന്ന ഗ്ലോ ഉണ്ടല്ലോ, ഇത് മേക്കപ്പാണ് ഗൈസ്. ഇത് ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്ന മേക്കപ്പാണ്. സോ മേ ബി എൻ്റെ മേക്കപ്പ് സ്കിൽ നല്ലതായത് കാരണമായിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷേ ഇത് പ്രഗ്നൻസി ഗ്ലോ അല്ല, ഇതിൻ്റെ നല്ല നല്ല പ്രൊഡക്ട്സിൻ്റെ മേക്കപ്പ് ഗ്ലോ ആണ്. പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയേണ്ടവർ കമൻറ്റ് ബിലോ. ഓക്കെ, സോ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതല്ല. അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരേണ്ടി വരുന്നു ഞാൻ സത്യമായിട്ടും വിചാരിച്ചതല്ല. അതും ഈ 2025 പോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ. നിങ്ങളൊന്ന് ആലോചിക്കണേ, ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വരുന്നത് സത്യമായിട്ടും വിചാരിച്ചതല്ല. അപ്പോൾ സോ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് പറയാനുള്ളത്, ചേച്ചി തടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഉണ്ടല്ലോ. ഈ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്ന കമൻസിനെക്കാട്ടിലും അത് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചോദിക്കുന്നതായിരിക്കും പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. ബട്ട് ദെൻ ചേച്ചി നല്ലോണം തടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വരുമ്പോൾ ഐ ഫീൽ റിയലി ബാഡ്. ബിക്കോസ് അത് ഇൻ എ വേ അതൊരു ബോഡി ഷേമിങ് രീതിയിലാണ്. ഞാനെന്നല്ല, എല്ലാവരും എടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫോർ മീ, ഞാൻ എന്നും കണ്ണാടി നോക്കുന്ന ഒരാളാണ്. ഞാനെന്നല്ല, എല്ലാവരും ആയിരിക്കും. അതും ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം കണ്ണാടി നോക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും, ഓക്കെ ഞാൻ തടിച്ചോ, ഞാൻ മെലിഞ്ഞോ, എൻ്റെ സ്കിൻ ഡ്രൈ ആണോ, അതാണോ ഇതാണോ, എൻ്റെ മുടി ഷാബി ആയിട്ടാണോ ഇരിക്കുന്നത്, എല്ലാം എനിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് ക്ലോത്ത്സ് ടൈറ്റ് ആണോ ലൂസാണോ എല്ലാം ഉണ്ടാവും. പക്ഷേ ഇഫ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് റിയലി ചേച്ചി തടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് വരുമ്പോൾ അത് ഇത്തിരി ഒരു ഹേർട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പ്ലീസ് ബി മൈൻഡ്ഫുൾ ഇൻ ദ കമൻറ്റ് ബോക്സ്. ബിക്കോസ് ഞാൻ എൻ്റെ ചാനലും എൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളി കാണുന്ന ഒരു സംഭവമാണ്. സോ സെയിം കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് ഐ ആം എക്സ്പെക്ടിങ് ഫ്രം യുവർ ആൻഡ് ഓൾസോ. പിന്നൊരു കാര്യം, ഫ്ലൈറ്റ് വീഡിയോസ് കാണുന്നില്ലല്ലോ എന്നുള്ള മെസ്സേജാണ് ഈ പ്രഗ്നൻസി ക്വസ്റ്റിനും ഫ്ലൈറ്റ് വീഡിയോസ് എന്താ ഇടാത്തെ, ഈ രണ്ട് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ഈ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തന്നു എന്ന് വിശ്വസിക്കുന്നു. തന്നുമല്ലോ ഓൾറെഡി. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്ലൈറ്റ് വീഡിയോസ് എന്താ ഇടാത്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബി പേഷ്യൻറ്റ്, ബി മൈൻഡ്ഫുൾ ഇൻ മൈ കമൻറ്റ് ബോക്സ്. ബിക്കോസ് നമുക്ക് നെഗറ്റിവിറ്റി ഒന്നും സ്പ്രെഡ് ചെയ്യണ്ട. ഞാൻ എൻ്റെ ചാനൽ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്ലീസ് ബി മൈൻഡ്ഫുൾ ആൻഡ് സ്റ്റേ ട്യൂൺ ടു നോ എന്താണ് ഞാനിപ്പോൾ ഫ്ലൈറ്റ് വീഡിയോസ് ഇടാത്തതെന്ന്. ഓക്കെ, ടാറ്റാ.